കുറേ നാളുകൾക്ക് ശേഷം നമ്മളിതാ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇന്ന് റിവ്യൂവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല മഴയാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിന്നെ ഔട്ട് വ്യൂ കാണിച്ചു തരാം കേട്ടോ. നല്ല മഴയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മാളുവിനെയും കൂട്ടിയിട്ട് ചെറിയൊരു PSC എക്സാമിന് വേണ്ടിയിട്ട് പോകാൻ നോക്കുന്നതാണ്. അപ്പോൾ അവളെ കൂട്ടാൻ പോവാം. അങ്ങനെ ഞാനിതാ മാളുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാളുവിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവളിപ്പം കയറും. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആൾ. കാണിച്ചാൽ എൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ല മഴയാണ്. ഒരാൾ കല്യാണത്തിന് പോകേണ്ട പോലെയുണ്ട്, PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടിരുന്നിട്ട്. അവിടെ ടിക്കറ്റ്. അപ്പം നമുക്ക് പോവാം. നമ്മളിന്ന് ബൈക്കിൽ എടുത്തിട്ട് പോകണമെന്നെല്ലാം വിചാരിച്ചതാണ്. നോക്കുമ്പോൾ നല്ല അടിപൊളി മഴ, ഒരു രക്ഷയില്ലാത്ത മഴ. അതുകൊണ്ട് നമ്മളിന്ന് നമ്മളെ സ്വിഫ്റ്റ് വീട്ടിൽ നിൽക്കണം അല്ലേ. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കലാണ്. 10 മണിക്കാണ് ഞങ്ങൾക്ക് എക്സാം. അപ്പോൾ അവിടെ എത്ര മണിക്ക് എത്തണം? 20 മിനിറ്റ് മുന്നേ എത്തണം അല്ലേ. 20 മിനിറ്റ് മുന്നേ എത്തണം. ഇന്നാണെങ്കിൽ കാലാവസ്ഥ വന്ന പറ്റും കേട്ടോ. അതാ നല്ല മഴയാണ് പുറത്ത്. നല്ല മഴയാന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പോൾ എന്തുകൊണ്ട് കാർ എടുത്തത് നന്നായി അല്ലേ മാളു? അപ്പൊ തന്നെ പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. മാളുവിന്റെ ആദ്യത്തെ PSC എക്സാമാണ് കേട്ടാ. എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടാ? നമ്മള് പുറത്ത് ക്ലാസ്സിൽ പോയിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തില്ല കേട്ടാ. ജസ്റ്റ് ഫോണിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളെല്ലാം വായിച്ചിട്ടുള്ള ഒരു അല്ലേ. അത്രയും വേണം. പെട്ടെന്ന് തലയിൽ കയറും എല്ലാ കാര്യങ്ങളും. കിട്ടുക എക്സാമിന്. ഇത് 2 എക്സാം അല്ല അല്ലേ? 2 പ്രിലിമിനറി എക്സാം ആണ് നടക്കുന്നത്. അപ്പം നമ്മളെ എനിക്ക് കുറച്ചും കൂടി പോകാനുണ്ട്. മഴ ആയത് കാരണം റോഡിലും എല്ലാം അത്യാവശ്യം ട്രാഫിക് ഉണ്ട്. ബ്ലോക്ക് എന്ന് പറയുന്ന ട്രാഫിക് ഇല്ല, പക്ഷേ എങ്കിൽ അത്യാവശ്യം ബൈക്കായാലും ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ചെറുങ്ങനെ ഓടിക്കാൻ പറ്റില്ല. അത് അത്രയ്ക്ക് മഴയാണ്. കാരണം ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല, മഴ അത്ര തീവ്രത കൂടിയിട്ടുള്ള സമയത്തില്ല. അതുകൊണ്ട് അവർക്ക് ഓടിക്കുന്നതിന് പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള നമ്മളിപ്പോൾ കാറ് ബസ് എല്ലാം കുറച്ച് സ്ലോ ആയിട്ട് ഓടിക്കേണ്ടി വരും. മുന്നിലോട്ട് നോക്കിയാട്ടെ, കണ്ണ് കാണാൻ പറ്റാത്തത്ര മഴ കേട്ടാ. ഇങ്ങനെ മഴയാണ് നിന്ന്. പിന്നെ അല്ലാത്ത കാലാവസ്ഥ വളരെ മോശമാണ്. അതാണെന്നറിയില്ല. ഇന്നലെ ഒന്നും വലിയ കുഴപ്പമില്ലല്ലോ അല്ലേ? ഇന്നലെ കുറവേന്. ഇന്ന് നല്ല മഴയാ. അല്ല അയ്യോ, ഞാൻ പിന്നെ മറ്റേ വീഡിയോ റിവ്യൂ ചെയ്തിട്ട് മറ്റേ വാഹനങ്ങൾ റിവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോയിൽ മുന്നിൽ ചില പരിചയമുണ്ട്. മാളും അങ്ങനെയല്ല. മാളുവിൻ്റെ ഫസ്റ്റ് ടൈമാണ്. കുറേ ഫോട്ടോസ് ഒന്നായിട്ട് എടുക്കുന്നല്ലാണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ എനിക്കുള്ള ഒരു പരിചയമൊന്നുമില്ല. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഉളവാക്കുന്ന തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണം. ഭാവിയിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് തരാം അല്ല മാളും. ആദ്യത്തെ നമ്മൾ കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും, ട്രോളന്മാരുണ്ടാവും, പലതും ഒക്കെ നമുക്ക്. നമ്മളെ വലിയ അക്കൗണ്ട് ഒന്നല്ല, നമ്മളെ വലിയ ചാനലൊന്നല്ലോ. അത് ജസ്റ്റ് ഇതന്നെ എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഇത് കേട്ടോ. കാരണം ഞാൻ വ്ളോഗായിട്ടൊന്നും ഇതുവരെ ചെയ്തില്ല. കാരണം നമ്മൾ വെറും മറ്റേ എന്താ പറയുക, ബൈക്കും കാറിലും റിവ്യൂ ചെയ്ത് നടക്കുന്ന ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ചെയ്യണം. കാരണം എന്നാലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം. ആരുടെ ഭാഗത്ത് എന്തെല്ലാം തെറ്റുണ്ടെന്നെല്ലാം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഷുവറായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളെ NH66 കേട്ടോ. നമുക്ക് അതിൻ്റെ താഴെയുള്ള സർവീസ് റോഡ് എടുത്തിട്ട് വേണം പോകാൻ. നല്ല വെള്ളം കിട്ടാണ് റോഡിൽ. അത്ര വെള്ളം കേട്ടാ കേട്ടാ. ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇന്നത്തെ അവസ്ഥ കേട്ടോ ഇത്. കാരണം ഇന്നലെ വരെ ഇത്ര മഴയും കാര്യങ്ങളൊന്നും ഇല്ലേനു. ഇന്നപ്പോൾ ഭയങ്കര മഴയെല്ലാം. കറക്റ്റ് മാളുവിൻ്റെ PSC എക്സാം ഉള്ള ദിവസം തന്നെ ഇത്രയും മഴ. പക്ഷേ അതെ അതെ അതെ, നല്ല കാര്യങ്ങൾക്ക് മഴ നല്ലതാണെന്ന് പുള്ളിക്കാർ പറയുക. റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്? ഫുള്ള് വെള്ളം, എല്ലാവരുടെയും വെള്ളമായിട്ട്. ഇവിടെ ഇപ്പം ചെറിയൊരു ബ്ലോക്ക് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ നല്ല വെള്ളമുണ്ട്. ബൈക്കിനൊന്നും പോകാൻ പറ്റില്ല. സൈലൻസറിൽ വെള്ളം കഴിഞ്ഞാൽ എപ്പോഴും ഓഫായിപ്പോൾ. കാറ് തന്നെ നോക്കണം ഇതിലൂടെ ഇപ്പം പോകാൻ പറ്റുമോ എന്ന് അറിയില്ല. ഫുള്ള് വെള്ളമാണ്.
ഏകദേശം എനിക്ക് തോന്നുന്നു കാറിന്റെ ഫ്രണ്ട് വെള്ളത്തിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത്. കാറ് നല്ല വെള്ളത്തിലൂട്ടിയാ പോയെ. അയ്യോ അപ്പൊ നമ്മളെന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടാ. വണ്ടി ശരിക്കും പറഞ്ഞാല് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയ പോലെ ആയിപ്പോയി. എനിക്ക് തോന്നുന്നു സൈലൻസറിലും വെള്ളത്തിന്റെ ഉള്ളിലായിന്. അപ്പൊ എന്തോ ഭാഗ്യ വണ്ടി ഓഫായിട്ടില്ല. ചെറിയ മിസ്സിംഗ് എല്ലാം കിട്ടുന്ന പോലെ ഉണ്ട് ഇപ്പൊ. അപ്പൊ അങ്ങനെ അതായത് നമ്മുടെ മുന്നിലൊരു വണ്ടി അവിടെ സ്റ്റോപ്പായി, ഒരു ബൈക്ക് സ്റ്റോപ്പായി പോയി പെട്ടെന്ന്. അത് സൈലൻസറിൽ വെള്ളം കഴിഞ്ഞിട്ട് ബൈക്ക് അവിടെ ഓഫായി. ഞാൻ വിചാരിച്ച് നമ്മളവിടെ എന്തായാലും വണ്ടി ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി പിന്നെ അവിടെ സ്റ്റോപ്പാവും. കാരണം സൈലൻസറിൽ മുങ്ങുന്നത്ര വെള്ളം ഉണ്ടായി അവിടെ. അപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് പോകേണ്ട റോഡിലായാലും അത്യാവശ്യം നല്ല വെള്ളക്കെട്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി ടൗൺ വഴി ചുറ്റിയിട്ടെല്ലാം പോകേണ്ടതുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തോ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടാണെങ്കിൽ നല്ല ബ്ലോക്കുമാണ്. കാരണം മഴയായതുകൊണ്ട് എല്ലാവരുടെയും വെള്ളം കയറ്റിയിട്ടില്ല ഇവിടെ. അപ്പോൾ അങ്ങോട്ടെല്ലാം ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളുമാണ്. നോക്കാം. എന്തായാലും നമുക്കിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ടൈമുണ്ട് സ്കൂളിലേക്കൊക്കെ. എന്തായാലും 10 മണിക്ക് മുന്നേ എത്തണം എന്നാണ്. 20 മിനിറ്റ് മുന്നേ 10 മണിക്ക് ശേഷം ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും. പിന്നെ നമുക്ക് കയറാൻ പറ്റൂല. ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. അപ്പോൾ ഇതാ നമ്മള് സ്കൂളിലങ്ങനെ എത്തി ഇറങ്ങാൻ പോകുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പോന്നെയാ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പോയിട്ട് എക്സാം എല്ലാം അടിപൊളിയായിട്ട് എഴുതിയിട്ട് വരിക. നമുക്ക് വന്നിട്ടാണ്. ഓക്കെ ബൈ. അപ്പോൾ മാളുവിനെ ഇതാ അവിടെ സ്കൂളിൽ ഇറക്കി വിട്ട്. അപ്പോൾ നമുക്കവിടെ വണ്ടി വെക്കാനുള്ള സെറ്റപ്പൊന്നുമില്ല, അവിടെ വിടൂല. അങ്ങനെ ഞാനിപ്പോൾ തലശ്ശേരി ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് ചെറിയൊരു 1.5 കിലോമീറ്ററിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ടൈം ആവുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവളെ പിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പം തലശ്ശേരി സ്റ്റാൻഡിലേക്ക് ഉള്ളത്. ഫുള്ള് വെള്ളക്കെട്ടും കാര്യങ്ങളായിട്ട് ഇന്ന് രാവിലെ മുതൽ നിൽക്കാണ്ടുള്ള മഴയാണ്. അതുകൊണ്ട് ഫുള്ള് വെള്ളക്കെട്ടും കാര്യങ്ങളുമായിട്ടാണ് ഉള്ളത്. തലശ്ശേരി സ്റ്റാൻഡിലെല്ലാം ഫുള്ള് വെള്ളം കയറിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ തലശ്ശേരി ബസ് സ്റ്റാൻഡ്. ഞാനിങ്ങനെ തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടെ അത്യാവശ്യം വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് വെച്ചാൽ കാണുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാനും വണ്ടി ഇവിടെ കൊണ്ടുപോയി വെച്ചത്. അപ്പം ഇങ്ങനെയുള്ളത് ഫുള്ള് മഴ കണ്ട ആളെല്ലാം നടന്നിട്ട് വന്നത് വെള്ളത്തിലൂട്ടെല്ലാം. ബസ്സും അങ്ങനെയാണ്. ആ ബ്ലൂ കളർ വരുന്ന ബസ്സെല്ലാം നിർത്തിയിട്ടത് വെള്ളത്തിലാണ് ഫുള്ള്. അപ്പോൾ അങ്ങനെ ഇതാ എക്സാമെല്ലാം കഴിഞ്ഞിട്ട് ആള് വണ്ടി കയറിയിട്ടുണ്ട്. നമുക്ക് അന്നേരത്തെ ആ സിറ്റുവേഷനിലൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഫുള്ള് ബ്ലോക്കും കാര്യങ്ങൾ ആൾക്കാർ എല്ലാം ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളൊന്ന് സമാധാനത്തിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് നമുക്ക് കാര്യം പറയാൻ വെച്ചാൽ അല്ലേ. അപ്പോൾ ആദ്യമായിട്ട് VSC എക്സാം എല്ലാം എഴുതിയിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടേനു എക്സാം എല്ലാം? ഞാൻ എൻ്റെ അടുക്കുന്ന ചെറിയൊരു അബദ്ധം പറ്റീനെ. ഇവർക്ക് മലയാളം എന്ന് പറഞ്ഞാല് അർത്ഥങ്ങളൊന്നും മനസ്സിലാവില്ല വായിച്ചിട്ട്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ. ഞാൻ ലാംഗ്വേജ് അറിയാണ്ട് മലയാളത്തിലാണ് കൊടുത്തത്. ഇവർക്കാണെങ്കിൽ ഇംഗ്ലീഷല്ലാണ്ട് തിരിയില്ല. അതുകൊണ്ട് ഹിസ്റ്ററി എല്ലാം കുറച്ച് ബുദ്ധിമുട്ടി മൂപ്പർ. അപ്പൊ ഇതോ GK ഹിസ്റ്ററിയും അത് മൊത്തത്തില്. പിന്നെ മാത്സ് ആണ് കുറച്ചധികം ഇതായി പോയെ മലയാളത്തിൽ കൊടുത്തോണ്ട്. അതിൻ്റെ അകത്ത് കുറെ വർഗങ്ങളാണ്. അതിനും പട്ടികയും ഗുണനെല്ലാം അറിയാലോ. അപ്പൊ തിരിയില്ലല്ലേ. ഓക്കെ. അപ്പൊ അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞ് നല്ല എഴുതിയെന്ന് പറയുന്നുണ്ട്. നോക്കാം. പ്രിലിമിനറി ടെസ്റ്റ് ഇപ്പം കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്ത പരിപാടി എന്നാ ഫുഡ് കഴിക്കണം അല്ലേ. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി വന്നതാ. അപ്പോൾ എന്തെങ്കിലും ഫുഡെല്ലാം കഴിക്കണം. പിന്നെ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടോ? ഷോപ്പിംഗ് എന്തെങ്കിലും ഉണ്ടോ? അന്നേരം വരുമ്പം പറഞ്ഞു മറ്റേ ലിപ്സ്റ്റിക് വേണം. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് നമ്മളെ തലശ്ശേരി ഡൗൺ ടൗൺ മോളിലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെയെല്ലാം കയറി എന്തെങ്കിലും ഫുഡെല്ലാം കഴിക്കുക. കൂട്ടത്തിൽ ഇവൽക്കെന്നാ വേണ്ടതെന്ന് വെച്ചാൽ വാങ്ങിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ തലശ്ശേരി ഡൗൺ ടൗൺ മോളിൻ്റെ ഉള്ളിലാണല്ലോ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് കേട്ടോ പോകുന്നത്. ഇതാണ് ഫുഡ് കോർട്ടിലേക്കുള്ള വഴി. അതിന് തന്നെ നമുക്ക് ഫുഡ് കോർട്ട് പോകാം. നമുക്ക് നല്ല വിശപ്പുണ്ടെന്ന് അറിയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടെല്ലാം ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളെ മാളിൻ്റെ ഉൾവശമെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഇത് മാക്സിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത പിന്നെ 5 പീസ് ചിക്കൻ സ്ട്രിപ്സ്,
ഇതിലേക്ക് ചാള ഇപ്പൊ നമുക്ക് സാധനം വന്നില്ലോ അല്ല ക്രീമറിൽ നിന്നാണ് നമ്മളിപ്പോൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ് വെയിറ്റിംഗ് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചിട്ടുണ്ട്. അപ്പോ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോ കഴിക്കാൻ തുടങ്ങി കേട്ടോ. എങ്ങനെയുണ്ട് ഓർഡർ? ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സ്പെഷ്യൽ അതുപോലെ തന്നെ 5 സ്ട്രിപ്പ് വരുന്നത്. ഇതുകൂടാണ്ട് ചിക്കിങ്സിലും ചെറിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊരു 15 മിനിറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ കഴിയുമ്പോഴത്തേക്ക് രണ്ടാമത്തെ കേട്ടോ. ഇത് ചിക്കിങ്സിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഫുഡെല്ലാം കഴിച്ച് ലിഫ്റ്റിൽ ഇങ്ങനെ ഇറങ്ങും കേട്ടോ. ഫുഡെല്ലാം കഴിഞ്ഞ് ലിപ്സ്റ്റിക്കെല്ലാം വാങ്ങിച്ചേട്ടാ. അതൊന്നും നമുക്ക് വീടെടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ താഴെ ഇറങ്ങാൻ ഇപ്പോൾ നമുക്ക് നമ്മൾ വണ്ടിയിലെത്തി. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നേരെ വീട്ടിലേക്ക് പോകണം. ഒരാവേശത്തിൻ്റെ പുറത്ത് വല്ലാത്ത തിന്നലാണ് തിന്നെ. അയ്യോ, അപ്പോൾ എന്നാൽ വീട്ടിലേക്ക് വിടാം. വേറൊന്നും ഇല്ലല്ലോ, ഇനി വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇനി നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ തലശ്ശേരി ടൗൺ ടച്ച് ചെയ്യാണ്ട് നമ്മൾ തലശ്ശേരിയിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡാണ് ശരിക്കും പറഞ്ഞാൽ. തലശ്ശേരി സിറ്റി സെൻറ്ററിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന റോഡാണിത്. അപ്പോൾ ഇവിടെ സ്ഥിരം മഴ ഒന്ന് പെയ്താൽ വെള്ളം കെട്ടിയിരിക്കുന്നൊരു സ്ഥലമാണ്. ജസ്റ്റ് കാണിച്ചു തരാം, ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. ഞാൻ ഓട്ടോറിക്ഷയെല്ലാം തിരിക്കുന്നുണ്ട് അവിടുന്ന്. ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ, മഴ ചെറുങ്ങനെ പാർന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇന്നത്തെ രാവിലത്തെ മഴേൻ്റെ ബാക്കി ഭാഗമായിരുന്നു മൊത്തം. ഇവിടുന്ന് ചെറിയ വാഹനങ്ങളെല്ലാം തിരിക്കുന്ന കാണുന്നുണ്ട്. പോകില്ലാന്ന് തോന്നുന്നു അവർക്ക്. നമ്മളെ വണ്ടി തിരിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കുന്നത് അല്ലേ? നമ്മളെ വണ്ടി തിരിക്കേണ്ടി വരില്ല എന്ന് വിചാരിക്കാം. നല്ല വെള്ളക്കെട്ടായിരിക്കും. നമുക്ക് സെന്റർ പിടിച്ച് പോയാൽ സൈലൻസറിന് പ്രശ്നം വരൂല. അത്യാവശ്യം നല്ല വെള്ളക്കെട്ട് ഉണ്ടല്ലോ. കൊറേ ആളെ വണ്ടിയെല്ലാം അവിടെ ഓഫായി കേട്ടാ. ബ്ലോക്കല്ലേ, വെള്ളത്തിൽ നിൽക്കേണ്ടി വരും. നമ്മള് വണ്ടി തിരിക്കുന്ന കേട്ടോ. നമ്മളെ വണ്ടി തിരിച്ചു പോവാം. ബ്ലോക്ക് ആയതുകൊണ്ട് വെള്ളത്തിൽ തന്നെ നിന്നാല് വണ്ടി കാരണം അവിടെ ഗേറ്റ് അടച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെയിൽവേ ഗേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഗേറ്റ് അടച്ചത് കൊണ്ട് അവിടെ ബ്ലോക്ക് ആയിരിക്കും. ഹോണും പോയി കേട്ടാ. വണ്ടീൻ്റെ ഹോണ് നേരത്തെ വെള്ളം കയറില്ല, വണ്ടീൻ്റെ ഹോണങ്ങ് പോയി തോന്നുന്നു. എന്തോ ഒരു സൗണ്ട് വെള്ളം കയറിയതാ നേരത്തെ. ഇതില്ലേ, നേരത്തെ നമ്മൾ വെള്ളത്തിലൊക്കെ പെട്ടിട്ടില്ലേ, ആ സമയത്ത് വെള്ളം കയറിയതായിരിക്കും ഹോണിൽ. ഇതാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ റോഡ് കേട്ടോ, കാണുന്ന റോഡ്. നമുക്ക് വേറെ വഴിക്കാൻ പോകേണ്ടത് എനിക്ക്. നമ്മൾ വീണ്ടും മറ്റേ NH66 അത് നമ്മൾ ആദ്യം അപ്പുറത്ത് വിട്ടിയാവുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ അപ്പുറത്ത് വിട്ടിയാവുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഇരുട്ടാവണം പോവാൻ. വെള്ളം കണ്ട റോഡിൽ ഫുള്ള് വെള്ളം തന്നെ കേട്ടോ. ഇപ്പോൾ നേരത്തെ വെള്ളത്തിൻ്റെ ഓട്ടോ ഇറക്കാൻ പണിയാ. ഓട്ടോ ആ സ്ലാബിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുണ്ട് അതിന് കേട്ടോ. അതത്രയാ വെള്ളം. കാറിന്റെ ടയറിന്റെ ഒരു പകുതി ഭാഗത്തോളം വെള്ളം ഉണ്ടാവും. അത് ഡ്രെയിനേജ് ഉണ്ട്, പക്ഷേങ്കിൽ എനിക്ക് നമ്മുടെ കുറച്ചും കൂടി താഴ്ച കൂടുതലായിരിക്കും ഡ്രെയിനേജിനും കേട്ടോ. കണ്ടിട്ടില്ലേ റോഡ്, ഡ്രെയിനേജിനും കേട്ടോ താഴ്ച കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റും. അവിടെ ഇങ്ങനെ വെള്ളം കെട്ടിയിരിക്കുന്നത് അധിക സ്ഥലത്തും. നമുക്ക് പോകേണ്ട വഴിക്ക് ഒരു വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ട്. അവിടെ പെൺറേ റോഡാണ്. അവിടെ എന്ന് വെച്ചാൽ എല്ലാം ഹൈറ്റ് വരുന്ന സ്ഥലങ്ങളാണ് മൊത്തം. ഇതെല്ലാം ഏകദേശം ഒരു വയലും പ്രദേശമാണ്. വയലും പ്രദേശമായതുകൊണ്ടാണ് ഇവിടെയെല്ലാം പെട്ടെന്ന് വെള്ളം കയറും, ഇറങ്ങി കിട്ടാനും പണിയായിരിക്കും. കാരണം കണ്ടത്തിലെല്ലാം വെള്ളം കയറിയിരിക്കുന്ന സമയമല്ലേ ഇപ്പം. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പിണറായി ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളല്ലേ. അതുകൊണ്ട് പിന്നെ അവിടെയും നിന്റെ വെള്ളശ്ശേരി ആ ഭാഗത്തൊന്നും വെള്ളം ഉണ്ടാവില്ല അങ്ങനെ.
എന്നിട്ട് എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? സമയം പോയി അല്ലേ? നമ്മള് രാവിലെ 8:45 ഇറങ്ങിയാണ്. ഇപ്പോൾ സമയം 2 മണി. PSC പരീക്ഷ 1 മണിക്കൂർ അങ്ങനെ പോയി. 1 മണിക്കൂറിലല്ലോ 1.5 മണിക്കൂറല്ലേ? 10 to 11. മാളിൽ കയറി നമ്മള് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കന്നെ 1 മണി. നമ്മള് 12 മണിക്ക് മാളിൽ കയറിനല്ലേ? 12 മണിക്ക് മുന്നേ കയറിനല്ലേ? അതായത് 11:30 11:35 നമ്മുടെ എക്സാം കഴിയുന്നു. 11:40 ഞാൻ പോയി പിക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ മാളിലെത്തി. അപ്പോൾ അവിടെ മേലെ കയറി ഫുഡ് കോർട്ടിൽ തന്നെ ഫസ്റ്റ് തന്നെ കയറിപ്പോയത്. കാരണം വിശന്നിട്ട് 2 ആൾ ഇറങ്ങി. കാരണം ഞാൻ ചെറിയൊരു കഷ്ണം പുട്ട് തിന്നിട്ട് രാവിലെ. നിങ്ങള് തിന്നിട്ടേ ഇല്ലാന്ന് തോന്നുന്നു അതൊക്കെയൊന്നും. അപ്പം തന്നെ ഫുഡ് കഴിക്കാൻ വരും. പിന്നെ ടൈം പെട്ടെന്നാ. ഓർഡർ ചെയ്ത് 15 മിനിറ്റ്, 2 സ്ഥലത്ത് 15 മിനിറ്റ്, ഏകദേശം അരമണിക്കൂർ ഓർഡർ കിട്ടാൻ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി അതിന്. പിന്നെ നല്ല ചൂടുള്ള ഇതല്ലേ നമ്മള് മറ്റേ ഇതല്ലേ ഫ്രൈഡ് ചിക്കൻ അല്ലേ വാങ്ങിച്ചേ. അപ്പൊ നല്ല ചൂടായിരുന്നു. അത് തിന്നാൻ കുറെ ടൈം എടുത്ത്. പൊളിക്കുമ്പോഴത്തേക്കന്നെ കയ്യെല്ലാം നല്ലോണം പൊള്ളി. നമ്മള് പറയാ ഇപ്പം പുറത്തിറങ്ങിയിട്ട്. അപ്പോ എനിക്ക് തോന്നുന്നു 1 കൊല്ലത്തിനിടയ്ക്കായി എന്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടല്ലേ. ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ സ്വിഫ്റ്റിന്റെ റിവ്യൂ തോന്നുന്നു ലാസ്റ്റ് ഉള്ളത് കിടക്കുന്നത്. നമ്മളെ സ്വിഫ്റ്റിന്റെ തോന്നുന്നു. അതോ സ്പ്ലെൻഡറിന്റെയോ? 2 സ്പ്ലെൻഡറിന്റെ. നമ്മളെ പഴയ വണ്ടി സ്പ്ലെൻഡറിന്റെ ആയിരിക്കും. സ്പ്ലെൻഡറിന്റെ ലാസ്റ്റ് കിടക്കുന്നത്. അതിനുശേഷം വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാല് ഞാനിപ്പോൾ അടുത്ത മാസത്തേക്ക് പുറത്തേക്ക് പോകും. അപ്പൊ അതിന്റെ ഭാഗങ്ങളായിട്ട് കുറേ തിരക്ക് പിടിച്ച് കുറേ പേപ്പർ വർക്കും കാര്യങ്ങളായിട്ട് കുറേ തിരക്ക് പിടിച്ച സമയമാണ്. അതുമായിട്ട് വന്നോടി. പിന്നെ ഇവള് നിരന്തരം പറയും അന്നേരം വീഡിയോ പക്ഷെ എന്തോ സമയം കിട്ടിയിട്ടില്ല. ഇതന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ഡെയിലി വ്ലോഗ് എടുക്കണം വിചാരിക്കുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് എടുത്ത്. ഒരുപാട് കുറ്റവും കുറവുകളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒന്നാമത് നമ്മളെ ക്യാമറേന്റെ ക്വാളിറ്റി നമ്മള് സാധാരണ സാംസങ്ങിന്റെയും നത്തിങ്ങിന്റെയും ഫോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ വീഡിയോ. നമുക്ക് ഈ ഐഫോൺ ഒന്നും വാങ്ങിച്ച് ഇപ്പം ചെയ്യേണ്ട കപ്പാസിറ്റി ഇല്ല. ഐഫോൺ വാങ്ങിക്കേണ്ട പൈസ നമ്മളിപ്പോ പുറത്തേക്ക് വേണ്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോ ഭാവിയിൽ നമുക്ക് ഐഫോണിലെല്ലാം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? ഐഫോണിലോ അല്ലെങ്കിൽ DSLR ക്യാമറയിലോ ചെയ്യാൻ പറ്റുമായിരിക്കും വിചാരിക്കാം. പല ആൾക്കാരും പല ഓപ്ഷൻസ് ആണല്ലോ യൂസ് ചെയ്യുന്നത് വ്ളോഗ് ചെയ്യാനുള്ള. നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു നത്തിങ്ങിന്റെ ഫോണുണ്ട്. രണ്ടത് സാംസങ് ആണ്. സാംസങ് എന്ന് പറഞ്ഞാൽ S സീരീസ് ഒന്നല്ല, നോർമൽ സാംസങ്ങിന്റെ ഒരു ഫോണിൽ തന്നെ എഡിറ്റിംഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്യുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിംഗ് കാര്യങ്ങളൊന്നും അറിയില്ല, പഠിച്ചിട്ടുമില്ല. നമുക്ക് അറിയുന്നതെന്ന് പറഞ്ഞാല് ഫോണിൻ്റെ അകത്തോട്ട് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ഇത്രനാളും എൻ്റെ വീഡിയോസ് മൊത്തം ചെയ്തത്. അങ്ങനെ തന്നെ ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നു. നോക്കാം ഭാവിയിൽ എന്തെങ്കിലും സെറ്റപ്പ് എല്ലാം ആയിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിനുള്ള ആളുണ്ടെങ്കിൽ നമുക്ക്. ഇതിപ്പം വേറെ ഒരു ഹെൽപ്പിനൊന്നുമില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നു, നമ്മൾ തന്നെ കണ്ടന്റ് ഉണ്ടാക്കുന്നു, നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുന്നു, നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. അത് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളല്ലേ. എല്ലാവരും സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണല്ലോ. അതെ അല്ല, ചില ആൾക്കാർക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഫ്രണ്ട്സ് ആയാലും നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ഇതിനോടൊന്നും പിന്നെ താല്പര്യമില്ല. ഫ്രണ്ടിൽ മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവർക്ക് മടിയാണ്. ഇപ്പം തന്നെ മാളില് നമ്മൾ കയറുമ്പോൾ എന്നല്ല ഭയങ്കര പ്ലാനിങ്ങിലാണ് പോയെ. കയറുമ്പോൾ എടുക്കണം, ഉള്ളിലെത്തെല്ലാം എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പ്ലാനിങ്ങിലാണ് പോയത്. പക്ഷേങ്കിൽ രണ്ടാക്കും മടിയാ. എനക്കും വീഡിയോ എടുക്കാൻ മടിയാ. വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാർ എന്തെല്ലാം വിചാരിക്കും വിചാരിക്കാനുള്ള ചെയ്യാനുള്ള അതുകൊണ്ട് പിന്നെ നമ്മളും എന്ത് ചെയ്ത് എല്ലാം കട്ട് ചെയ്തിട്ടെല്ലാം കയറ്റി. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാട്ടാ. ഞാനിതാ ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവളെ വീട്ടിലെത്തി. ഇപ്പോൾ ഇവളിപ്പറങ്ങും. ഇവളെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോകും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ശ്രമിക്കാം നമുക്കല്ലേ. ഇനിയും വേറെ വീഡിയോസ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. ടൈമിന് അത്രയേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ അടുത്ത മാസം പോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനല്ലോ ഞാൻ അങ്ങെത്തിയിട്ട് ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്യണം. ഇവള് പിന്നെ ഒറ്റയ്ക്ക് എന്തായാലും ചെയ്യില്ലെന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ നമ്മളെ കല്യാണം കഴിഞ്ഞിട്ടാണല്ലേ. ഇപ്പം ജസ്റ്റ് എൻഗേജ്മെന്റ് കഴിഞ്ഞാണല്ലോ. അപ്പം നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതിനകത്ത് പെണ്ണ് കാണലെല്ലാം ഇട്ടിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.
ബാക്കിയെല്ലാം ഇനി നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് കാണാം, ട്രൈ ചെയ്യാം, മാക്സിമം ട്രൈ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക. ഓക്കെ, അതെല്ലാം കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് ബൈ, ടാറ്റാ.